അല്ലാഹ്, എന്താണ് ഈ ലോകം, എന്താണ് ഈ സൃഷ്ടിപ്പ്, എന്താണ് ഈ ലോകം ഇല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ പറ്റി എങ്ങനെ അറിയും? സൃഷ്ടാവിനെ പറ്റി എങ്ങനെ? ഈ സൃഷ്ടാവിനെ മനസ്സിലാക്കാനാണ് നിന്നെ പറഞ്ഞു വെച്ചത്. പന്തട്ടി നടക്കാനല്ല. കളിച്ചോ, കളിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ഹലാലാക്കിയ കളിയൊക്കെ കളിച്ചോ. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നി ഇൽഹൗ വൽ അബു, നിങ്ങൾക്ക് കുറച്ച് സന്തോഷപ്പെടുന്ന കാര്യങ്ങളും കുറച്ച് കളികളൊക്കെ നിങ്ങൾ കളിച്ചോളി, കുഴപ്പമില്ല. റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൽഹൗ വൽ അബു, നിങ്ങൾ കുറച്ച് ആസ്വാദനങ്ങളായിക്കോട്ടെ, അള്ളാഹു വെച്ച ആസ്വാദനങ്ങൾ. വൽ അബു, നിങ്ങൾ കളിച്ചോളി, കളിയൊക്കെ നല്ലതാണ്. പക്ഷേ എന്തിന്? അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. കളിച്ച് ജയിച്ച് ട്രോഫി വാങ്ങാം, അതല്ല. നീ കളിക്കണം, നിനക്ക് ആരോഗ്യം വേണം, അല്ലെ? നിന്റെ മാനസികമായ വളർച്ചക്കത് വേണം, ശാരീരികമായ പുഷ്ടിക്കത് വേണം. അതുകൊണ്ട് നിനക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നീ കളിച്ചോ. ഇന്നി അക്റഹു അൻ അറാ അന്ന ഫീ ദീനികും ഗില്ല, ഇസ്ലാം ഒരു പരുക്കമാണെന്ന് പറയപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഹദീസാണ്. ചിരിച്ചൂടാ, അങ്ങനെ ചിരിച്ചോ. ഈ ദുനിയാവിൽ നിനക്ക് ആവശ്യമായതൊക്കെ നീ എടുത്തോ, സന്തോഷങ്ങളാകണം, കുറച്ച് കളിയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ അള്ളാഹു അനുവദിച്ച രീതിയിൽ. ഈ ഹദീസ് മാത്രം പറഞ്ഞ പടച്ചവരെ ഇനി നമുക്ക് ടൂർണമെന്റ് നടത്തിയാൽ മതി, ഉറങ്ങ ക്ലാസ്സൊക്കെ മതി. ഇങ്ങനെ ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അതിനെപ്പറ്റി അല്ലേ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും ജീവിതത്തിലെ ഒരു അനുഭവത്തിൽ നിന്നാണ് തങ്ങൾ ഈ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഅഫറെ അശ്ബഹത ഖൽഖത ഖൽഖി വഖുലുഖക ഖുലുഖി, ജഅഫർ എന്നവരെ നിങ്ങളുടെ ശരീരപ്രകൃതി എന്റെ ശരീരപ്രകൃതി പോലെയും നിങ്ങളുടെ സ്വഭാവം എന്റെ സ്വഭാവം പോലെയുമാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ കസിനാണ്. ജാഫർ എന്ന് പറയുന്നത് തുള്ളിച്ചാടിയില്ലേ, നബി തങ്ങളുടെ അടുത്ത് ഒരു തരം നൃത്തം ചെയ്യുന്ന പോലെ തങ്ങളുടെ ചുറ്റും ആനന്ദ നൃത്തമാടി എന്നൊക്കെ പറയില്ലേ. അപ്പോഴാ തങ്ങൾ പറഞ്ഞത്, സന്തോഷായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, ദീൻ പരുക്കമാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് അങ്ങനെയായിരുന്നു. ഈ ഉമ്മത്തിനോട് വെച്ച റഹ്മത്താണത്. പക്ഷെ നമുക്ക് ഹലാലായ കളി പറ്റുള്ള, ഔറത്ത് കാട്ടിയിട്ടുള്ള കളി പറ്റൂല, അല്ലേ? മുട്ടുകാലിന്റെ മേലേക്കുള്ള ട്രൗസർ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കളിക്കാൻ പറ്റൂല, മുട്ട് മറയന്നെ വേണം, അല്ലേ? അങ്ങനെയൊക്കെ കളിച്ചോളൂ, എന്താ കുഴപ്പം? ഹലാലായ കളി കളിച്ചോട്ടെ. ദീൻ അതിനൊന്നും എന്തല്ല, തടസ്സമല്ല. നിങ്ങൾ പാട്ട് പാടിക്കോ, പക്ഷെ മ്യൂസിക് ഉപയോഗിക്കരുത്, അത്രേ ഉള്ളൂ. നല്ല പാട്ട്, മ്യൂസിക് ഇല്ലാത്ത എത്ര പാട്ടുകളുണ്ടെന്ന്. ഇവിടെ ഷാർജ റേഡിയോ, അബുദാബി റേഡിയോ ഒക്കെ നല്ല ഇസ്ലാമിക പാട്ടുകളും കവിതകളും ഒക്കെ വെക്കാറുണ്ട്. ഷാർജ അബുദാബി റേഡിയോ ഒക്കെ ലിസൺ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മ്യൂസിക്കും വേണ്ട, അതിൽ എന്തൊരു മനോഹാരിതയാണ്. നല്ല ദീനി പാട്ടുകൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കവിതകൾ നിങ്ങൾ പാടിക്കോ, അള്ളാഹുവിന് ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കോ. മ്യൂസിക് ഉപയോഗിക്കരുത്, അത്രയുള്ള വിഷയം. നിങ്ങൾ അത് ഉപയോഗിക്കേണ്ട. അതല്ലാണ്ട് ആ ഒരു കലയെ നമുക്ക് അങ്ങനെ നിലനിർത്തിക്കൂടെ? അത് മുസ്ലിമീങ്ങളിൽ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാവർക്കും മ്യൂസിക്, എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, മ്യൂസിക് ഇല്ലാത്ത പാട്ടുകളാവട്ടെ, നമുക്ക് അങ്ങനെ ആലോചിച്ചൂടെ? അപ്പോ ആ രീതിയിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ, ആനന്ദങ്ങൾ ആയിക്കോട്ടെ. പക്ഷേ ഇതൊക്കെ അള്ളാഹുലേക്ക്, ആ പാട്ടിൽ പോലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത വരുന്നു, അല്ലേ? അങ്ങനത്തെ പാട്ടുകൾ. അതാണ് പെണ്ണുങ്ങളെ പറ്റി അങ്ങനത്തെ വളാണ് ഇനി ഇങ്ങനത്തെ വളാണ്. ഇതാ നമ്മളെ ഇടക്കാലത്ത് കയറിപ്പോകുന്ന ചില പാട്ടുകൾ തിരിച്ചു പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. യാ അല്ലാഹ്, ഇപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിപ്പിക്കണം, സട്ടാവിനെ സംബന്ധിച്ച് ചിന്തിപ്പിക്കണം. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ടുപാടാൻ മദീനത്തെ പള്ളിയിൽ ഒരു ചെയർ കൊടുത്തു എന്നാണ്. മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ ഹുജുഹും ജിബ്രീലുമാണ് പാടിക്കോളി. ഹസ്സാൻ ബിൻ സാബിത്ത്, നിങ്ങൾക്ക് കരുത്തേകാൻ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അങ്ങനെയാ പറയുന്നത്, ദീനൊരു പരുക്കനാണ്. അങ്ങനെ ദീൻ പരുക്കനല്ല. അദ്ദീന് യുസ്റുൻ, ദീൻ എളുപ്പമാണ്. പക്ഷെ അതിന്റെ ലിമിറ്റുകളിൽ, അത്രയേ ഉള്ളൂ, അല്ലെ? കളിക്കണ്ടെന്നല്ല പറഞ്ഞ, കളിച്ചോ, നല്ല ആരോഗ്യം ഉണ്ടാവണം. കീപ് ടൈം ടു പ്ലേ, ടേക്ക് ടൈം ടു പ്ലേ, ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് സ്റ്റേയിങ് യങ്. അങ്ങനെ കുറച്ച് കളിക്കാനെ കുറച്ച് സമയം കണ്ടെത്തണം എന്നാണ്. എന്ത് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി, സ്റ്റേയിങ് യങ്, മനുഷ്യന്റെ യൗവനത്തിന്റെ രഹസ്യം അതാണ്. അള്ളാഹുവിന് ഇബാദത്ത് എനിക്ക് വേണ്ടേ, അല്ലെ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെങ്കിൽ, രാത്രി ഖിയാമുൽ ലൈൽ നിൽക്കണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണ്ടേ? മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ എനിക്ക് ഓടിച്ചാടി നടക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അതുകൊണ്ട് നീ കളിച്ചോ. നിന്റെ കളിയുടെ ലക്ഷ്യം അതാണെങ്കിൽ നിനക്കതിന് കൂലിയുണ്ട്. നിസ്കാരം കളാക്കരുത്, ഹറാമായ കളിയും കളിക്കരുത്. ഇത്രയുള്ള വിഷയം. സുബ്ഹാനല്ലാഹ്. എല്ലാറ്റിലും, എല്ലാ വസ്തുക്കളിലൂടെയും നമ്മുടെ കളിയോ, നമ്മുടെ വിശ്രമമോ, നമ്മുടെ വാക്കുകളോ, റീഡിങ്ങോ, പാട്ടുകളോ എന്തോ ആകട്ടെ, എല്ലാം സൃഷ്ടാവിനെ മനസ്സിലാക്കുക എന്ന പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടെത്തി.